ഹായ്, വെൽക്കം യു ഓൾ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ AVL ട്രീയിലെ ഡിലീഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 ടൈപ്സ് ഓഫ് ഡിലീഷൻസ് നോക്കിയിരുന്നു. R0, R1 ആൻഡ് R-1. ഈ 3 ഡിലീഷൻസിൻ്റെയും പ്രത്യേകത ട്രീയുടെ റൈറ്റ് സബ് ട്രീയിലായിരുന്നു ഡിലീഷൻസ് ഒക്കെ നടന്നിരുന്നത്. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയിലാണ് ഡിലീഷൻസ് നടക്കുന്നതെങ്കിൽ എന്തൊക്കെ സംഭവിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രീ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ AVL ട്രീ. അറ്റ് പ്രസൻറ്റ് AVL ട്രീയുടെ എല്ലാ നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ട്രീ ഇപ്പോൾ ബാലൻസ്ഡ് ആണ്. അപ്പോൾ ബാലൻസ്ഡ് AVL ട്രീയിലെ ഒരു നോഡ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നു. ഇത്തവണ ഡിലീറ്റ് ചെയ്യുവാനായി നോഡ് 18 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 18 എന്ന് പറയുന്നത് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയിലെ ഒരു നോഡാണ് എന്ന് കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ നോഡ് 18നെ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നു. നോഡ് 18 ഇവിടുന്ന് ഡിലീറ്റ് ആയാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായി 20 എന്ന് പറയുന്ന നോഡ് ഒരു ലീഫ് നോഡായി മാറുകയും ഈ ഒരു നോഡ് ഇവിടുന്ന് പോകുന്നതോടുകൂടി ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് കുറയുകയും ചെയ്യുന്നു. ആയതിനാൽ ഈ രണ്ട് നോഡുകളുടെ ബാലൻസ് ഫാക്ടറിൽ ചേഞ്ചും സംഭവിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബാലൻസ് ആയിരുന്ന ഒരു AVL ട്രീയിൽ നിന്ന് ഞാൻ ഒരു നോഡ് ഡിലീറ്റ് ചെയ്തപ്പോഴേക്കും ഇതാണ് ട്രീയുടെ അവസ്ഥ. ഈ വീണ്ടും ഓരോ നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രണ്ട് നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ ചേഞ്ച് ആയിരിക്കുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, ഒരു നോഡിൻ്റെ ബാലൻസ് ഫാക്ടർ -2 ആയി എന്ന് നമ്മൾ കണ്ടു. ഒബ്വിയസ്ലി ഏതെങ്കിലും ഒരു നോഡിൻ്റെ ബാലൻസ് ഫാക്ടർ 0യോ 1ഓ -1ഓ അല്ലാതെ മറ്റൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ആ നോഡ് അൺബാലൻസ്ഡ് ആണ് ആൻഡ് ആസ് എ റിസൾട്ട് ആ ട്രീ അൺബാലൻസ്ഡ് ആകുന്നു. ഇവിടെ നമുക്ക് മനസ്സിലായത് ഒരു നോഡ് ഡിലീറ്റ് ആയപ്പോഴേക്കും എൻറ്റയർ ട്രീ അൺബാലൻസ്ഡ് ആയിരിക്കുന്നു. അൺബാലൻസ്ഡ് ആയിരിക്കുന്ന ഈ ട്രീയെ വീണ്ടും ബാലൻസ് ആക്കുവാനായി നമുക്ക് റൊട്ടേഷൻസ് ആവശ്യമായി വരുന്നു. റൊട്ടേഷൻസ് ചെയ്യുന്നതിന് മുൻപ് ഇവിടെ എയും ബിയും സിയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യപ്പെട്ട നോഡിൽ നിന്ന് റൂട്ടിലേക്കുള്ള പാത്ത് തിരഞ്ഞെടുക്കുക. ഡിലീറ്റ് ചെയ്ത നോഡിൽ നിന്ന് റൂട്ടിലേക്കുള്ള പാത്തിൽ ആദ്യത്തെ അൺബാലൻസ്ഡ് നോഡിനെ നമുക്ക് A എന്ന് വിളിക്കാവുന്നതാണ്. ഇനി B എന്താണ്? B എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു റൈറ്റ് സബ് ട്രീയിൽ ഡിലീഷൻ നടന്നതുകൊണ്ട് ലെഫ്റ്റ് സബ് ട്രീയുടെ ഹെഡിനെ B എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഇത്തവണ ഡിലീഷൻ നടന്നിരിക്കുന്നത് ലെഫ്റ്റ് സബ് ട്രീയിലാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് സബ് ട്രീയുടെ ഹെഡായ 54നെയാണ് നമ്മൾ B ആയി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഡിലീഷൻ നടന്നത് ഏത് സബ് ട്രീയിലാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സബ് ട്രീയുടെ ഹെഡാണ് B. എയും കണ്ടുപിടിച്ചു, ബിയും കണ്ടുപിടിച്ചു. സി വേണോ വേണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയും? യെസ്, ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ റൂൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇന്നലത്തെ നമ്മുടെ B എന്ന് പറയുന്നത് ലെഫ്റ്റ് സബ് ട്രീയിലായിരുന്നു. അതുകൂടി ഓർമ്മയിൽ വെക്കുക. ഇന്നലത്തെ നമ്മുടെ B ലെഫ്റ്റ് സബ് ട്രീയിലായിരുന്നു. അപ്പോൾ റൂൾ ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? B ലെഫ്റ്റ് സബ് ട്രീയിലാണെങ്കിൽ ബിയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ബിയുടെ റൈറ്റ് സബ് ട്രീക്ക് തുല്യമോ അല്ലെങ്കിൽ ബിയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ബിയുടെ റൈറ്റ് സബ് ട്രീയേക്കാൾ 1 കൂടുതലോ ആകാം. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ സി ആവശ്യമില്ല. പക്ഷേ ബിയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് റൈറ്റ് സബ് ട്രീയേക്കാൾ 1 കുറഞ്ഞാൽ ഒബ്വിയസ്ലി അവിടെ സി കൂടി വേണ്ടിവരും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ റൂൾ. ഇത്തവണ അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്ന കേസസിൽ B റൈറ്റ് സബ് ട്രീയിലാണ് വരുന്നത്. അപ്പോൾ റൂൾ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. B റൈറ്റ് സബ് ട്രീയിലായതുകൊണ്ട് ബിയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ബിയുടെ ലെഫ്റ്റ് സബ് ട്രീക്ക് ഈക്വൽ ആകാം. അല്ലെങ്കിൽ ബിയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റിനേക്കാൾ കൂടുതലുമാകാം, 1 കൂടുതലാകാം. അപ്പോൾ 2 കേസസ്. ഒന്ന്, ബിയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ഒന്നുകിൽ ബിയുടെ ലെഫ്റ്റ് സബ് ട്രീക്ക് ഈക്വൽ ആകാം, അല്ലെങ്കിൽ ബിയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റിനേക്കാൾ 1 കൂടുതലാകാം. ഈ രണ്ട് സിറ്റുവേഷൻസിലും സി ആവശ്യമായി വരുന്നില്ല. എപ്പോഴാണ് സി ആവശ്യമായി വരുന്നത്? ബിയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ബിയുടെ ലെഫ്റ്റ് സബ് ട്രീയേക്കാൾ കുറയുന്ന അവസ്ഥയിൽ മാത്രമാണ്
നമുക്ക് സി ആവശ്യമായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂള്. സി വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളത്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ നമ്മൾ എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു, സി നോക്കുമ്പോൾ ബിയുടെ ലെഫ്റ്റ് സബ്ട്രയുടെ ഹൈറ്റും റൈറ്റ് സബ്ട്രയുടെ ഹൈറ്റും സെയിം ആയതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നമുക്ക് സി വേണ്ട, എയും ബിയും മാത്രം മതി. ഓക്കെ, എ കണ്ടുപിടിച്ചു, ബി കണ്ടുപിടിച്ചു, സി വേണ്ട എന്ന് തീരുമാനമായി. ഇനി എങ്ങനെ റൊട്ടേറ്റ് ചെയ്യും? ഏത് റൊട്ടേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ ഏതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആദ്യം നോക്കുക, എവിടെയാണ് ഡിലീഷൻ നടന്നിരിക്കുന്നത്? ലെഫ്റ്റ് സബ്ട്രയിലാണ് ഡിലീഷൻ നടന്നിരിക്കുന്നത്. ലെഫ്റ്റ് സബ്ട്രയിലാണ് ഡിലീഷൻ നടന്നതെങ്കിൽ ഇതിനെ എൽ റൊട്ടേഷൻസ് എന്ന് വിളിക്കാം. ശരി, എൽ 0 ആണോ, എൽ 1 ആണോ, അതോ എൽ -1 ആണോ? ഇതെങ്ങനെ തിരിച്ചറിയും? ബിയുടെ ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യുക. ബിയുടെ ബാലൻസ് ഫാക്ടർ 0 ആയതുകൊണ്ടും ഡിലീഷൻ ലെഫ്റ്റ് സബ്ട്രയിൽ നടന്നതുകൊണ്ടും ഈ ഡിലീഷനിൽ നടക്കുന്ന റൊട്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേര് L0 റൊട്ടേഷൻ എന്നാണ്. ഓക്കെ, ശരി, L0 റൊട്ടേഷൻ്റെ റൂൾ എന്താണ്? ഇവിടെ എയും ബിയും മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ്, എയും ബിയും മാത്രമേ ഉള്ളെങ്കിൽ ഡെഫിനറ്റ്ലി ബി ആണ് നമ്മുടെ റൂട്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ബി റൂട്ടാകുന്നു. ബി റൂട്ടാകുമ്പോൾ ആരുടെ നഷ്ടപ്പെട്ടു? എയുടെ പൊസിഷൻ നഷ്ടപ്പെട്ടു അല്ലേ? അപ്പം നമുക്ക് പുതിയ ട്രീ ഒന്ന് വരയ്ക്കണ്ടേ? ഓക്കെ, നമുക്ക് പുതിയ ട്രീ വരയ്ക്കാം. അപ്പം റൂള് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ബി റൂട്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ എക്ക് അതിൻ്റെ പൊസിഷൻ നഷ്ടമാകുന്നത് കൊണ്ട് എ ഇവിടുന്ന് ബെൻഡ് ചെയ്ത് എ ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറുന്നു. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ബി റൂട്ടാകുമ്പോൾ എക്ക് അതിൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറുന്നു എ. അപ്പോൾ ബി റൂട്ടുമാകുന്നു, എ എന്ന് പറയുന്നത് ബിയുടെ ലെഫ്റ്റ് ചൈൽഡുമാകുന്നു. അപ്പോൾ യഥാർത്ഥ ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് എങ്ങോട്ട് പോവും? ആരാ ഓക്യുപ്പൈ ചെയ്ത് ബിയുടെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ പൊസിഷൻ? എ. അങ്ങനെ വന്നാൽ ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് ഇനി മുതൽ എയുടെ റൈറ്റ് ചൈൽഡ് ആകണം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ബി റൂട്ട് പൊസിഷനിലേക്ക് വരുന്നു, എ എന്ന് പറയുന്നത് ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് ആകുന്നു, അതിനോടൊപ്പം ബിയുടെ യഥാർത്ഥ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എയുടെ റൈറ്റ് ചൈൽഡ് ആകുന്നു. ഈ 3 റൂൾ ഫോളോ ചെയ്ത L0 റൊട്ടേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ട്രീ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, ശരി, അപ്പം നമ്മൾ പറഞ്ഞതനുസരിച്ച് ബി റൂട്ട് പൊസിഷനിലേക്ക് വരണം. ഓക്കെ, ബി റൂട്ട് പൊസിഷനിലേക്ക് വന്നിരിക്കുന്നു. ബി റൂട്ട് പൊസിഷനിൽ വന്നാൽ ഉടൻ തന്നെ എ എങ്ങോട്ട് വരണം? എ ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് ആകണം. ഓക്കെ, അതും നമ്മൾ വരച്ചു. 20 എവിടെ പോകും? ഈ 20 നേരത്തെ 46ൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ആയിരുന്നു. ഇപ്പോഴും അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, 20 46ൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ആയിക്കോട്ടെ. അപ്പോൾ ഇനി ഈ 4 നോഡുകളാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. നമുക്ക് ഓരോന്നോരോന്ന് എടുക്കാം. അതിൽ 48നെ ഞാൻ ആദ്യം തിരഞ്ഞെടുക്കുന്നു. 48 എടുക്കുമ്പോൾ 48 യഥാർത്ഥത്തിൽ ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ബിയുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് 46 ആയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ 46 വേണം ഇനി പുതിയ പൊസിഷൻ കൊടുക്കാൻ. അപ്പോൾ ഡെഫിനറ്റ്ലി 46ൻ്റെ റൈറ്റ് ചൈൽഡായിട്ട് ഞാൻ 48നെ മാർക്ക് ചെയ്യുകയാണ്. 48 ആരായിരുന്നു? ബിയുടെ നേരത്തെ ലെഫ്റ്റ് ചൈൽഡ്. അതിപ്പോൾ എയുടെ റൈറ്റ് ചൈൽഡായി മാറണം. 48ൻ്റെ പൊസിഷൻ കിട്ടി. 47 എവിടെ വരയ്ക്കും? 47 എന്ന് പറയുന്നത് 48ൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ്. അപ്പോൾ 47നെ 48ൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് വരച്ചു. ശരി, ഇനി 60 എവിടെ വരും? 60 എന്ന് പറയുന്നത് ബിയുടെ റൈറ്റ് ചൈൽഡാണ്. ഓക്കെ, 60 ബിയുടെ റൈറ്റ് ചൈൽഡും 60യുടെ റൈറ്റ് ചൈൽഡ് 75ഉം. ഇത് രണ്ടിനും വ്യത്യാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ അതേപോലെ തന്നെ പഴയ പൊസിഷനിൽ തന്നെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതോടുകൂടി എല്ലാ നോഡുകളെയും നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് 1 by 1 ആയിട്ട് നോഡിൻ്റെ ബാലൻസ് ഫാക്ടേഴ്സ് കൂടി ഒന്ന് കണ്ടുപിടിക്കണം. 47ൻ്റെ ബാലൻസ് ഫാക്ടർ 0 ആണ്, 75ൻ്റെ ബാലൻസ് ഫാക്ടർ 0 ആണ്, 20യുടെ ബാലൻസ് ഫാക്ടറും 0 ആണ്. 48നെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് സബ്ട്രയുടെ ഹൈറ്റ് 1ഉം റൈറ്റ് സബ്ട്രയുടെ ഹൈറ്റ് 0ഉം ആയതുകൊണ്ട് 1 - 0 1 എന്ന് കിട്ടുന്നതാണ് 48ൻ്റെ ബാലൻസ് ഫാക്ടർ. 60യെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് സബ്ട്രയുടെ ഹൈറ്റ് 0ഉം റൈറ്റ് സബ്ട്രയുടെ ഹൈറ്റ് 1ഉം ആയതുകൊണ്ട് 0 - 1 യു വിൽ ഗെറ്റ് ദ വാല്യൂ -1. 60യുടെ ബാലൻസ് ഫാക്ടർ -1. 46നെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് സബ്ട്രയുടെ ഹൈറ്റ് 1ഉം റൈറ്റ് സബ്ട്രയുടെ ഹൈറ്റ് 2ഉമാണ്. അപ്പോൾ 1 - 2 -1 എന്ന് വരും. ഓക്കെ, ഇനി 54 എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സബ്ട്രയുടെ ഹൈറ്റ് 3ഉം റൈറ്റ് സബ്ട്രയുടെ ഹൈറ്റ് 2ഉമാണ്. 3 - 2 is 1.
അപ്പോൾ അവിടെയും എന്തായി, ബാലൻസ് ഫാക്ടർ 1 ആണ്. അപ്പോൾ എല്ലാ നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ ബാലൻസ്ഡ് ആയതുകൊണ്ട് ട്രീ നിലവിൽ ബാലൻസ്ഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഡിലീഷന് ശേഷം അൺബാലൻസ്ഡ് ആയ ട്രീയിൽ L0 റൊട്ടേഷൻ പെർഫോം ചെയ്ത് ട്രീയെ വീണ്ടും നമ്മൾ ബാലൻസ്ഡ് ട്രീ ആക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ L0 റൊട്ടേഷൻസ്. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് പോകാം. കൺസിഡർ ദിസ് ട്രീ. ഇതൊരു പുതിയ ട്രീ ആണ്. ഈ ട്രീയും ഒരു AVL ട്രീ ആണ്. നിലവിൽ ഈ AVL ട്രീ ബാലൻസ്ഡുമാണ്. ബാലൻസായ ഈ AVL ട്രീയിൽ നിന്ന് ഒരു നോഡ് ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഏത് നോഡാണ് അത്? ആ നോഡാണ് 28. ഓക്കെ, അപ്പോൾ 28നെ നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാം. ദിസ് ഇസ് 28 എന്ന ഈ നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിക്കുന്നു. 28 എന്ന് പറയുന്ന നോഡ് ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഭാഗമാണ്. അപ്പോൾ ഡിലീഷൻ നടക്കുന്നത് ലെഫ്റ്റ് സബ് ട്രീയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, 28 ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കും? സ്വാഭാവികമായി 28 പോയി കഴിഞ്ഞാൽ 26 എന്ന് പറയുന്ന ലീഫ് നോഡ് ആകുന്നതാണ്. 26 ലീഫ് നോഡ് ആയിക്കഴിഞ്ഞാൽ ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റിൽ വ്യത്യാസം വരുന്നതും ഈ രണ്ട് നോഡുകളുടെ ബാലൻസ് ഫാക്ടറിൽ ചേഞ്ച് വരുന്നതുമാണ്. അപ്പോൾ ഡിലീഷന് ശേഷം പുതിയ ട്രീയുടെ ബാലൻസ് ഫാക്ടർ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആഫ്റ്റർ ഡിലീഷൻ ട്രീ ഇതാണ്. ഡിലീഷന് ശേഷമുള്ള ട്രീ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ ട്രീയിൽ അഡ്ജസ്റ്റഡ് ബാലൻസ് ഫാക്ടേഴ്സ് കിട്ടുന്നത് ഈ രണ്ട് നോഡുകൾക്കാണ്. അതായത് ബാക്കി നോഡുകൾക്കൊന്നും വ്യത്യാസം വരുന്നില്ല. നമ്മൾ എൻറ്റയർ ട്രീയുടെ ബാലൻസ് ഫാക്ടറാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ചേഞ്ച് വരുന്നത് ഈ രണ്ട് നോഡുകൾക്ക് മാത്രമാണ്. ഇതിൽ 37 എന്ന നോഡിൻ്റെ ബാലൻസ് ഫാക്ടർ ഔട്ട് ഓഫ് ദ റേഞ്ച് പോയി. സോ എൻറ്റയർ ട്രീ ഇപ്പോൾ അൺബാലൻസ്ഡ് ആയിരിക്കുന്നു. ബാലൻസ് ആയിരുന്ന ഒരു AVL ട്രീയിൽ ഒരു നോഡ് ഡിലീറ്റ് ചെയ്തപ്പോൾ ട്രീ അൺബാലൻസ്ഡ് ആയതുകൊണ്ട് ഇവിടെ റൊട്ടേഷൻ ആവശ്യമാണ്. ശരി, റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഏത് റൊട്ടേഷൻ എന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം നമ്മൾ Aയും Bയും Cയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് A കണ്ടുപിടിക്കാം. ആദ്യം ഡിലീറ്റ് ചെയ്യപ്പെട്ട നോഡിൽ നിന്ന് റൂട്ടിലേക്കുള്ള പാത്തിൽ ആദ്യത്തെ അൺബാലൻസ്ഡ് നോഡിനെ ഞാൻ A എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ 37 എന്ന നോഡാണ് നമ്മുടെ A. ഇനി B ആര്? ഡിലീഷൻ നടന്ന സബ് ട്രീ ഏതോ അതിൻ്റെ ഓപ്പോസിറ്റ് സബ് ട്രീയുടെ ഹെഡ്. ഡിലീഷൻ നടന്നിരിക്കുന്നത് ലെഫ്റ്റ് സബ് ട്രീയിലാണ്. അതുകൊണ്ട് റൈറ്റ് സബ് ട്രീയുടെ ഹെഡായ 41നെ ഞാൻ B എന്ന് വിളിച്ചു. Aയും Bയും കിട്ടി. ഇനി C വേണോ വേണ്ടയോ? റൂള് പറഞ്ഞതനുസരിച്ച് B റൈറ്റ് സബ് ട്രീയിലായതുകൊണ്ട് Bയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് Bയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റിനേക്കാൾ 1 കൂടുതലോ അല്ലെങ്കിൽ Bയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് Bയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റിനോട് ഈക്വലും ആണെങ്കിൽ C വേണ്ട. അപ്പോൾ എപ്പോഴാണ് C വേണ്ടുന്നത്? Bയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് Bയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റിനെ അപേക്ഷിച്ച് കുറവാണെങ്കിൽ, അപ്പോൾ ഇവിടെ Bയുടെ റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് Bയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ ഡെഫിനിറ്റ്ലി ഇവിടെ C വേണം. അപ്പോൾ ഏതാണ് C? ഷുവർ, എന്താ സംശയം? ആ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹെഡിനെയാണ് നമ്മൾ C എന്ന് വിളിക്കേണ്ടത്. അപ്പോൾ Aയും Bയും Cയും കിട്ടിയിരിക്കുന്നു. ABC കിട്ടിയാൽ അടുത്ത റൂൾ എന്താണ്? Aയും Bയും മാത്രമേ ഉള്ളെങ്കിൽ B ആണ് റൂട്ട്. ABC 3 ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി C ആണ് നമ്മുടെ റൂട്ട്. അപ്പോൾ C റൂട്ടാകുന്നു. B എങ്ങോട്ട് പോകും? C ദാണ്ട് ഈ പൊസിഷനിലേക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ Cക്ക് ഒരു ലെഫ്റ്റും റൈറ്റും ചൈൽഡുകൾ വേണ്ടേ? അപ്പോൾ C റൂട്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ Cയുടെ ലെഫ്റ്റ് ചൈൽഡ് ആരെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം റൈറ്റ് ചൈൽഡായിട്ട് ആരവിടെ ഉണ്ട്? B അവിടെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി C റൂട്ടാകുമ്പോൾ Cയുടെ റൈറ്റ് ചൈൽഡായിട്ട് Bയും Cയുടെ ലെഫ്റ്റ് ചൈൽഡായിട്ട് Aയും വരണം. ഇതാണ് റൂള്. ഇനിയും വേറെയും കുറേ കാര്യങ്ങളുണ്ട്. എന്താണ്? Cക്ക് നേരത്തെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഉണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ Cക്ക് റൈറ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് ചൈൽഡ് ഇല്ല. നിങ്ങൾ സത്യത്തിൽ ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യുക. ലെഫ്റ്റും കൂടെ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ എന്നൊരു സാഹചര്യം കൺസിഡർ ചെയ്യുക. ഇവിടെയും കൂടെ ഒരു നോഡ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? കാരണം Cയുടെ റൈറ്റ് Bയും ഓക്യുപ്പൈ ചെയ്തു, Cയുടെ ലെഫ്റ്റ് Aയും ഓക്യുപ്പൈ ചെയ്തു. Cക്ക് ഓൾറെഡി മറ്റ് 2 ചിൽഡ്രൻ ഉണ്ടായിരുന്നു എങ്കിൽ അവരൊക്കെ എവിടെ പോകും? ഓക്കെ, നമുക്ക് നോക്കാം. Cക്ക് റൈറ്റ് ചൈൽഡ് ഉണ്ടെങ്കിൽ Cയുടെ റൈറ്റ് ചൈൽഡിൻ്റെ പൊസിഷനെ ആരാണ് ഓക്യുപ്പൈ ചെയ്തത്? B ആണ് ഓക്യുപ്പൈ ചെയ്തത്. അങ്ങനെ വന്നാൽ Cയുടെ റൈറ്റ് ചൈൽഡ് Bയുടെ ലെഫ്റ്റ് ചൈൽഡ് ആകണം. Cയുടെ റൈറ്റ് ചൈൽഡ് Bയുടെ ലെഫ്റ്റ് ചൈൽഡ് ആകണം. ഇനി ഒരു പക്ഷേ Cക്ക് ലെഫ്റ്റ് ചൈൽഡ് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ Cയുടെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ പൊസിഷനെ A ഓക്യുപ്പൈ ചെയ്തത് കൊണ്ടും
എ തന്നെ പുതിയ പൊസിഷൻ കൊടുക്കണം. സോ സിയുടെ ലെഫ്റ്റ് ചൈൽഡ് എയുടെ റൈറ്റ് ചൈൽഡായി മാറണം. സിയുടെ ലെഫ്റ്റ് ചൈൽഡ് എയുടെ റൈറ്റ് ചൈൽഡായി മാറണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂള്. സി റൂട്ടാകുന്നു, ബി റൈറ്റ് ചൈൽഡ് സിയുടെ റൈറ്റ് ചൈൽഡാകുന്നു, എ സിയുടെ ലെഫ്റ്റ് ചൈൽഡാകുന്നു, സിയുടെ യഥാർത്ഥ റൈറ്റ് ചൈൽഡ് ബിയുടെ ലെഫ്റ്റ് ചൈൽഡും സിയുടെ യഥാർത്ഥ ലെഫ്റ്റ് ചൈൽഡ് എയുടെ റൈറ്റ് ചൈൽഡുമാകുന്നു. ഇത്രയുമായാൽ നമ്മുടെ റൂള് കംപ്ലീറ്റ് ആയി. ഇനി ഈ റൂളിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ആ ബാലൻസ്ഡ് ട്രീ ഒന്ന് വരച്ചാൽ മതി. അപ്പോൾ നമുക്ക് റൂളൊന്ന് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ റൂള്. സി റൂട്ടാകുന്നു, ബി സിയുടെ റൈറ്റ് ചൈൽഡും എ സിയുടെ ലെഫ്റ്റ് ചൈൽഡും, പിന്നെ സിയുടെ യഥാർത്ഥ റൈറ്റ് ചൈൽഡ് ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് ആകുന്നു, സിയുടെ യഥാർത്ഥ ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടെങ്കിൽ അത് എയുടെ റൈറ്റ് ചൈൽഡായി മാറും. സോ റൂള് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാലൻസ്ഡ് ട്രീ ഒന്ന് വരയ്ക്കാം. ശരി, പഠിപ്പിച്ച റൂൾ അനുസരിച്ച് നമ്മുടെ ട്രീയെ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പോകും. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഏത് റൊട്ടേഷൻ ചെയ്യും നോക്കാം. ലെഫ്റ്റ് സബ് ട്രീയിൽ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സബ് ട്രീയിൽ ഡിലീഷൻ നടന്നതുകൊണ്ട് ഇത് എൽ റൊട്ടേഷനാണ്. ബിയുടെ ബാലൻസ് ഫാക്ടർ 1 ആയതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന റൊട്ടേഷൻ്റെ പേര് L1 റൊട്ടേഷൻ എന്നാണ്. നോക്കാം, L1 റൊട്ടേഷൻ്റെ റൂൾ നമ്മൾ ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. L1 റൊട്ടേഷൻ ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. സി കിട്ടിയ സ്ഥിതിക്ക് സിയെ ഞാൻ റൂട്ടാക്കുന്നു. റൂൾ അനുസരിച്ച് ബി റൈറ്റ് ചൈൽഡ് പൊസിഷൻ ആവണം, എ ലെഫ്റ്റ് ചൈൽഡുമാകണം. 26 ഓൾറെഡി എയുടെ ലെഫ്റ്റ് ചൈൽഡ് ആയിരുന്നു, അപ്പോൾ അതിന് ചേഞ്ച് ഇല്ല. 45 ഓൾറെഡി 41ൻ്റെ റൈറ്റ് ചൈൽഡ് ആയിരുന്നു, അതിനും വ്യത്യാസമില്ല. അപ്പോൾ ഇനി ഏതൊക്കെ വരച്ചാൽ മതി? ഈ രണ്ടെണ്ണം കൂടെ മതി അല്ലേ? നോക്കാം. 39 എന്ന് പറയുന്നത് 41ൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ്. 41 ഓൾറെഡി പൊസിഷൻഡാണ്. എവിടെ പൊസിഷൻ ചെയ്തു? ബിയുടെ റൈറ്റ് ചൈൽഡായിട്ട് പൊസിഷൻ ചെയ്തു. അപ്പോൾ ഈ നോഡുകളിൽ ഏതൊക്കെ നമ്മൾ വരച്ചു കഴിഞ്ഞു? 26, 37, 41, 39 ആൻഡ് 45. ഈ 5 നോഡുകളും നമ്മൾ വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി 40 എന്ന ഈ ഒരു നോഡ് മാത്രമേ ഉള്ളൂ. 40 എന്ന് പറയുന്നത് സിയുടെ റൈറ്റ് ചൈൽഡ് ആയിരുന്നു. സിയുടെ റൈറ്റ് ചൈൽഡിനെ 41 ആണ് ഓക്യുപ്പൈ ചെയ്തത്. സോ 41 തന്നെ അതിൻ്റെ പുതിയ പൊസിഷൻ കൊടുക്കുക. അപ്പോൾ സിയുടെ യഥാർത്ഥ റൈറ്റ് ചൈൽഡ് ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് എന്ന പൊസിഷനിലേക്ക് വരുന്നതാണ്. ട്രീയുടെ എല്ലാ നോഡുകളും വരച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ 26ൻ്റെയും 40യുടെയും 45ൻ്റെയും ബാലൻസ് ഫാക്ടർ 0 എന്നാണ് കിട്ടുന്നത്. ബിക്കോസ് ഓൾ ഓഫ് ദെം ആർ ലീഫ് നോഡ്സ്. 41ൻ്റെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ 41ൻ്റെ ലെഫ്റ്റ് സബ് ട്രീയുടെയും റൈറ്റ് സബ് ട്രീയുടെയും ഹൈറ്റ് ഈക്വൽ ആയതുകൊണ്ട് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സബ് ട്രീ മൈനസ് ഹൈറ്റ് ഓഫ് റൈറ്റ് സബ് ട്രീ ചെയ്യുമ്പോൾ നമുക്ക് 41ൻ്റെ ബാലൻസ് ഫാക്ടറും 0 ആയിട്ടേ കിട്ടുള്ളൂ. 39നെ സംബന്ധിച്ചിടത്തോളം 39ൻ്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റും 2 ആണ്, റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റും 2 ആണ്. സോ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് മൈനസ് റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ബാലൻസ് ഫാക്ടർ 0 ആയിട്ടേ വരികയുള്ളൂ. ഇനിയുള്ളത് 37 ആണ്. 37നെ സംബന്ധിച്ചിടത്തോളം 37ൻ്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് 1ഉം റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് 0ഉം ആയതുകൊണ്ട് ബാലൻസ് ഫാക്ടർ 1 മൈനസ് 0 ദാറ്റ് ഈസ് 1 ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ എല്ലാ നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന AVL ട്രീ ബാലൻസ്ഡ് ആണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ L1 റൊട്ടേഷൻസ്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് പോകാം. ഒരു ട്രീയെ കൂടി നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ പുതിയൊരു ട്രീ, AVL ട്രീ ആണ്. നിലവിൽ ഇതൊരു ബാലൻസ്ഡ് AVL ട്രീ ആണ്. ഈ ട്രീയിൽ നിന്ന് 26 എന്ന നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. 26 എന്ന നോഡ് ലെഫ്റ്റ് സബ് ട്രീയുടെ ഭാഗമാണ്. അപ്പോൾ ഡിലീഷൻ നടക്കുന്നത് ലെഫ്റ്റ് സബ് ട്രീയിലാണ്. 26 എന്ന നോഡ് ഡിലീറ്റ് ആകുമ്പോൾ സ്വാഭാവികമായും 37 എന്ന് പറയുന്ന നോഡ് ഇനി മുതൽ ലീഫ് നോഡായി മാറുന്നതും ഈ രണ്ട് നോഡുകളുടെ ബാലൻസ് ഫാക്ടറുകളിൽ ചേഞ്ചസ് വരുന്നതുമാണ്. വേറൊന്നും കൊണ്ടല്ല, 26 ഇവിടുന്ന് പോകുമ്പോൾ സ്വാഭാവികമായും ട്രീയുടെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ഈ രണ്ട് നോഡുകളുടെ ബാലൻസ് ഫാക്ടറിൽ ചേഞ്ച് വരും. അപ്പോൾ നോഡ് ഡിലീറ്റ് ചെയ്ത ശേഷമുള്ള AVL ട്രീ നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, നോഡ് ഡിലീറ്റ് ചെയ്തു. ഏതാണ് 26 എന്ന നോഡ് ഡിലീറ്റ് ചെയ്ത ശേഷം പുതിയ ട്രീ വരച്ചു. വരച്ച ട്രീയുടെ സ്റ്റാറ്റസ് ഇതാണ്. നിലവിൽ 39ൻ്റെ വാല്യൂ -2 ആയിട്ട് കിട്ടുന്നത് കൊണ്ട് ആ ട്രീ എൻറ്റയർലി അൺബാലൻസ്ഡ് ആകുന്നതാണ്. അൺബാലൻസ്ഡ് ആയി മാറിയ ഈ ട്രീയെ വീണ്ടും ബാലൻസ് ആക്കുവാനായി റൊട്ടേഷൻ ആവശ്യമാണ്. ഏത് റൊട്ടേഷൻ ചെയ്യും എന്ന് തീരുമാനിക്കും മുമ്പ് എയും ബിയും സിയും കണ്ടുപിടിക്കാം. ആദ്യം എ കണ്ടുപിടിക്കാം. ഡിലീറ്റ് ചെയ്ത നോഡിൽ നിന്ന് റൂട്ട് വരെയുള്ള പാത്ത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പാത്തിൽ ഫസ്റ്റ് അൺബാലൻസ്ഡ് നോഡിനെ നമുക്ക് എ എന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ 39 ആണ് നമ്മുടെ എ. ആദ്യത്തെ അൺബാലൻസ്ഡ് നോഡാണ്. ആ 39നെ നമുക്ക് എ എന്ന് വിളിക്കാം. ലെഫ്റ്റ് സബ്ട്രീയിൽ ഡിലീഷൻ നടന്നിരിക്കുന്നത് കൊണ്ട് റൈറ്റ് സബ്ട്രീയുടെ ഹെഡായ 47നെ ഞാൻ ബി എന്ന് വിളിക്കുന്നു. ബി റൈറ്റ് സബ്ട്രീയിലായതുകൊണ്ട് ബിയുടെ റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് ഒന്നുകിൽ ബിയുടെ ലെഫ്റ്റ് സബ്ട്രീയേക്കാൾ ഗ്രേറ്റർ ആയിരിക്കണം, അല്ലെങ്കിൽ ബിയുടെ റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റും ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ വന്നാൽ ഇവിടെ സിയുടെ ആവശ്യമില്ല. ബിയുടെ റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റിനേക്കാൾ കുറവാണെങ്കിൽ മാത്രം സി മതി. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ബിയുടെ റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് ബിയുടെ ലെഫ്റ്റ് സബ്ട്രീയേക്കാൾ കൂടുതലായതുകൊണ്ട് ഇവിടെ സി വേണ്ട, ഇവിടെ എയും ബിയും മാത്രം മതി. ഓക്കെ, എയും ബിയും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് റൊട്ടേഷൻ ഏതാണെന്നുണ്ടെന്ന് നോക്കാം. ഡിലീഷൻ നടന്നിരിക്കുന്നത് ലെഫ്റ്റ് സബ്ട്രീയിലായതുകൊണ്ട് ട്രീയുടെ ലെഫ്റ്റ് സബ്ട്രീയിൽ ഡിലീഷൻ നടന്നിരിക്കുന്നതുകൊണ്ട് ഇത് എൽ റൊട്ടേഷനാണ്. അതേപോലെ ബി എന്ന നോഡിൻ്റെ ബാലൻസ് ഫാക്ടർ -1 ആയതുകൊണ്ട് ഇതിനെ L-1, ഈ -1 സഫിക്സ് ആണ് കേട്ടോ, L എന്ന് എഴുതിയിട്ട് -1 സഫിക്സ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ബാലൻസ് ഫാക്ടേഴ്സ് ഇനി L0 ആണേലും L1 ആണേലും L-1 ആണേലും ഈ ബാലൻസ് ഫാക്ടേഴ്സ് എപ്പോഴും സഫിക്സ് ആയിട്ട് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ബിയുടെ ബാലൻസ് ഫാക്ടർ -1 ആയതുകൊണ്ടും ലെഫ്റ്റ് സൈഡിൽ ഡിലീഷൻ നടന്നിരിക്കുന്നത് കൊണ്ടും ഈ റൊട്ടേഷനെ L-1 റൊട്ടേഷൻ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, L-1 റൊട്ടേഷൻ്റെ റൂൾ എന്തായിരിക്കും? എ ബി മാത്രമേ ഉള്ളൂ, സി ഇല്ല. സോ ഡെഫിനറ്റ്ലി ബി റൂട്ട് പൊസിഷനിലേക്ക് വരണം. ബി റൂട്ട് പൊസിഷനിലേക്ക് വരുമ്പോൾ ഈ ഭാഗങ്ങൾക്കൊന്നും തന്നെ ചേഞ്ച് വരുന്നില്ല. എന്തേ മാറുന്നുള്ളൂ? എയുടെ സ്ഥാനം മാറി. എയുടെ സ്ഥാനം മാറുമ്പോൾ എ എങ്ങോട്ട് വരണം? ബെൻഡ് ചെയ്ത് ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറണം. അപ്പോൾ ബി റൂട്ട് പൊസിഷനിലേക്ക് വരികയും ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി എ മാറുകയും ചെയ്യണം. അപ്പോൾ ബിയുടെ യഥാർത്ഥ ലെഫ്റ്റ് ചൈൽഡ് എങ്ങോട്ട് പോകണം? എന്താ സംശയം? എ അല്ലേ ബിയുടെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ പൊസിഷൻ ഓക്യുപ്പൈ ചെയ്തത്. അപ്പോൾ എയുടെ റൈറ്റ് ചൈൽഡായി മാറണം. ബിയുടെ യഥാർത്ഥ ലെഫ്റ്റ് ചൈൽഡ് എയുടെ റൈറ്റ് ചൈൽഡായി മാറണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ റൂള്. ഈ റൂള് ഫോളോ ചെയ്താൽ നമുക്ക് L-1 റൊട്ടേഷൻ ചെയ്യാവുന്നതാണ്. നമുക്ക് റൂള് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. L-1 റൊട്ടേഷൻ്റെ റൂൾ അനുസരിച്ച് ബി റൂട്ട് പൊസിഷനിൽ വരുന്നു. എ ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറുന്നു. ബിയുടെ യഥാർത്ഥ ലെഫ്റ്റ് ചൈൽഡ് എയുടെ റൈറ്റ് ചൈൽഡായി മാറുന്നു. അപ്പോൾ ഈ റൂള് ഫോളോ ചെയ്ത് നമുക്ക് ആ ട്രീ ഒന്ന് വരച്ച് നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ബി റൂട്ട് പൊസിഷനിൽ വരുന്നു. ഓക്കെ, ബി റൂട്ട് പൊസിഷനിൽ പ്ലേസ് ചെയ്തു. എ ബിയുടെ ലെഫ്റ്റ് ചൈൽഡായി മാറണം. ഓക്കെ, എ ബിയുടെ ലെഫ്റ്റ് ചൈൽഡാക്കി മാറ്റി. 39ൻ്റെ ലെഫ്റ്റ് ആയിരുന്നു ഓൾറെഡി 37, അതിനിപ്പോഴും മാറ്റമൊന്നും തന്നെ ഇല്ല. 47ൻ്റെ റൈറ്റ് ആയിരുന്നു 48, അതിന് മാറ്റമില്ല. 48ൻ്റെ റൈറ്റ് ആയിരുന്നു 49, അതിനും മാറ്റമില്ല. അപ്പോൾ 7 നോഡുകളിൽ 5 നോഡുകൾ നമ്മൾ വരച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏത് നോഡാണ് വരയ്ക്കാൻ ബാക്കിയുള്ളത്? 46 നേരത്തെ 48ൻ്റെ ലെഫ്റ്റ് ചൈൽഡായിരുന്നു. അതിനെ അതേപോലെ തന്നെ 48ൻ്റെ ലെഫ്റ്റ് ചൈൽഡായിട്ട് തന്നെ നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നു. ഇനി ഒരു നോഡ് പെൻഡിങ് എന്ന് പറഞ്ഞാൽ 45 മാത്രമാണ്. 45 എന്ന് പറഞ്ഞാൽ നേരത്തെ 47ൻ്റെ ലെഫ്റ്റ് ചൈൽഡായിരുന്നു, അതായത് ബിയുടെ ലെഫ്റ്റ് ചൈൽഡായിരുന്നു. ബിയുടെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ പൊസിഷനിൽ ഇപ്പോൾ എ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് എയുടെ റൈറ്റ് ചൈൽഡായിട്ട് നമുക്ക് 45നെ വരയ്ക്കാം. അങ്ങനെ എല്ലാ നോഡുകളും നമ്മൾ വരച്ചിരിക്കുന്നു. റൂള് പ്രകാരം വീണ്ടും നമ്മൾ ട്രീയുടെ ബാലൻസ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ ഇത് 4 ലീഫ് നോഡുകളായതിനാൽ എല്ലാത്തിൻ്റെയും ബാലൻസ് ഫാക്ടർ 0 ആണ്. 39നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റും റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റും സെയിം ആയതുകൊണ്ട്
39നെ സംബന്ധിച്ചിടത്തോളം 39ൻ്റെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റും റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റും സെയിം ആയതുകൊണ്ട് 39ൻ്റെ ബാലൻസ് ഫാക്ടർ 0 ആയിരിക്കും. 48നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റും റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റും സെയിം ആയതുകൊണ്ട് 48ൻ്റെ ബാലൻസ് ഫാക്ടറും 0 ആണ്. 47നെ സംബന്ധിച്ചിടത്തോളം 47ൻ്റെ ലെഫ്റ്റ് സബ്ട്രീയുടെയും റൈറ്റ് സബ്ട്രീയുടെയും ഹൈറ്റ് ഈക്വൽ ആയതുകൊണ്ട് 47ൻ്റെ ബാലൻസ് ഫാക്ടറും 0 ആയിരിക്കും. സോ ഇൻ ഷോർട്ട് എല്ലാ നോഡുകളുടെയും ബാലൻസ് ഫാക്ടർ ചെക്ക് ചെയ്യുമ്പോൾ ട്രീ ബാലൻസ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ L റൊട്ടേഷൻസിൽ L0, L1 ആൻഡ് L-1 റൊട്ടേഷൻസ്. ഹോപ്പ് യു